ഹലോ. നിയമസഭാ ഇലക്ഷൻ 2026 ഏപ്രിൽ 9 ആരംഭിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചുമതലയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനാണ് തേർഡ് പോളിംഗ് ഓഫീസർ. എന്തൊക്കെയാണ് തേർഡ് പോളിംഗ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് ഇൻചാർജ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ ചുമതലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ ഇലക്ഷൻ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെഷീനുകളിൽ ഒന്നാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അതിനെ CU എന്ന് വിളിക്കും. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കൺട്രോൾ യൂണിറ്റിൻ്റെ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടറോട് വോട്ട് ചെയ്യാൻ തേർഡ് പോളിംഗ് ഓഫീസർ ആവശ്യപ്പെടേണ്ടതാണ്. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ടെന്നും കൺട്രോൾ യൂണിറ്റിൻ്റെ ബിസി ലാമ്പ് ഓഫ് ആകുന്നുണ്ടെന്നും പ്രത്യേകം തേർഡ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്പർ 2, മേക്ക് ഷുവർ ദർ ഈസ് ഇൻഡെലിബിൾ ഇങ്ക് ഓൺ യുവർ ഫിംഗർ. വോട്ടറുടെ വിരലിൽ മായ്ക്കാനാകാത്ത മഷി ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഇൻഡെലിബിൾ ഇങ്ക് നൽകിയതിൻ്റെ ശേഷം ചില വോട്ടർമാർ അത് പെട്ടെന്ന് മായ്ക്കുന്ന സ്വഭാവം കാണാറുണ്ട്. അത് പെട്ടെന്ന് മായ്ച്ചിട്ടില്ല, വിരലിൽ ഉണ്ട് എന്ന് തേർഡ് പോളിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. മൂന്നാമത്തേത്, തേർഡ് വൺ, കളക്ട് വോട്ടർ സ്ലിപ്പ്. തേർഡ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഭാഗമാണ് വോട്ടേഴ്സ് സ്ലിപ്പ് ശേഖരിക്കൽ. വോട്ടേഴ്സ് സ്ലിപ്പ് ശേഖരിക്കുകയും 50 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി ക്രമത്തിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഏതായാലും പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലേക്ക് തേർഡ് പോളിംഗ് ഓഫീസറുടെ ശ്രദ്ധ പോവേണ്ടതുണ്ട്. അതൊന്നാമത്തേത് ഇൻചാർജ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ പൂർണ്ണ ചുമതല നമ്മുടെ തേർഡ് പോളിംഗ് ഓഫീസർക്കാണ്. സെക്കൻഡ് വൺ, മേക്ക് ഷുവർ ദർ ഈസ് ഇൻഡെലിബിൾ ഇങ്ക് ഓൺ യുവർ ഫിംഗർ. തേർഡ് വൺ, കളക്ട് വോട്ടേഴ്സ് സ്ലിപ്പ്. വളരെ കൃത്യമായി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോവേണ്ട ഒരു പ്രധാനപ്പെട്ട പോളിംഗ് ഓഫീസറാണ് തേർഡ് പോളിംഗ് ഓഫീസർ. ഓക്കെ, താങ്ക് യു.